ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഫങ്ഷൻസ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഓക്കെ, അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം. ഓക്കെ, ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ പറയാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ഓക്കെ ടു ഫൈൻഡ് three sides of a triangle is a right triangle or not. Okay, right triangle or not using ഫങ്ഷൻ. ഓക്കെ, ഫങ്ഷൻ യൂസ് ചെയ്തിട്ട് എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് അതായത് മൂന്ന് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഉണ്ടെന്ന് വിചാരിക്കും. നമുക്ക് ഡിഫറെൻറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഉണ്ട്. ആ സൈഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കത് റൈറ്റ് ട്രയാങ്കിൾ ആണോ, ഓക്കെ, ആ ട്രയാങ്കിൾ എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിൾ ആണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളവിടെ ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. മനസ്സിലായോ? അപ്പം ഇവിടെ നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന ഒരു ലോജിക് എന്ന് പറയുന്നത് എന്താണ്, പൈത്തഗോറസ് തിയറം ആണല്ലോ. പൈത്തഗോറസ് തിയറം, ഓക്കെ, ഒരു പൈത്തഗോറിയൻ തിയറം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താ പൈത്തഗോറസ് തിയറം? പൈത്തഗോറസ് തിയറം എന്ന് പറയുന്നത് ഹൈപ്പട്ടന്യൂസ് സ്ക്വയർ അല്ലെ. ഹൈപ്പട്ടന്യൂസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 1 സെക്കൻഡ്. ഹൈപ്പ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണല്ലേ. ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഇതാണ് നമ്മൾ ബേസിക്കലി ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പം എന്താണ്, അപ്പം നമുക്ക് ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് നമ്മളെ ഫങ്ഷൻ ഡെഫിനിഷൻ വേണം അല്ലേ. ഫങ്ഷൻ ഡെഫിനിഷൻ വേണം. അപ്പം നമുക്ക് എന്ത് കൊടുക്കാം? നമുക്ക് ഫങ്ഷൻ്റെ പേര് ഓക്കെ റൈറ്റ് ട്രയാങ്കിൾ എന്ന് കൊടുക്കാം, ഓർ ഈസ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് കൊടുക്കാം, ഈസ് റൈറ്റ് എന്ന് കൊടുക്കാം. ജസ്റ്റ് ഫങ്ഷൻ്റെ നെയിം. ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഫങ്ഷൻ്റെ നെയിം. പിന്നെ നമുക്ക് 3 സൈഡ്സ് വേണമല്ലോ. ആ 3 സൈഡ്സ് എന്താണ്? 3 സൈഡ്സ് വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പോൾ സൈഡ് 1, ഓക്കെ, സൈഡ് 1, സൈഡ് 2, ദെൻ സൈഡ് 3. ഇവിടെ ഓട്ടോ സജഷൻ വരുന്നുണ്ട്, നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം ഡെഫിനിഷൻ ഈസ് റൈറ്റ് സൈഡ് 1, സൈഡ് 2, സൈഡ് 3 എന്ന് പറഞ്ഞിട്ട് ഞാൻ 3 ഫോർമൽ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ 3 നിങ്ങളിവിടെ ഓട്ടോ സജഷൻ വന്നത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഓട്ടോ സജഷൻ വന്നത് മൈൻഡ് ചെയ്യേണ്ട. ഓക്കെ ആണോ? അപ്പം ഡെഫ് ഈസ് റൈറ്റ് സൈഡ് 1, സൈഡ് 2, സൈഡ് 3 എന്ന് പറഞ്ഞ് 3 സൈഡ് പാസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫോർമൽ ആർഗ്യുമെന്റ്സ് കൊടുത്തു. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ ലിസ്റ്റാണ്. ഇനി എനിക്ക് സൈഡ്സ് എന്ന് പറയുന്നത് 3 സൈഡ് ഉണ്ടെങ്കിൽ അതിൽ ബിഗ്ഗസ്റ്റ് സൈഡ്, അതിന് കുറച്ച് ചെറുതുള്ള സൈഡ്, ദെൻ ഷോർട്ടസ്റ്റ് സൈഡ് എന്നുള്ള രീതിയിൽ എനിക്ക് ഈ സൈഡ്സിനെ സോർട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ 3 സൈഡ്സ് എൻ്റർ ചെയ്യുമ്പോൾ അതൊരിക്കലും എന്തിലായിരിക്കത്തില്ല, അത് ഓർഡറിലൊന്നും ആയിരിക്കത്തില്ല അല്ലേ. അതിൻ്റെ ലോങ്ങസ്റ്റ് ഏതാണെന്നൊന്നും നോക്കിയിട്ടൊന്നുമല്ല. അപ്പോൾ എനിക്കിത് സോർട്ട് ചെയ്യണം. അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ഞാൻ എന്ത് കൊടുക്കുന്നു, സൈഡ്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുക്കുന്നു, ഞാനൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സൈഡ് 1, സൈഡ് 2, ദെൻ സൈഡ് 3. സോറി. അപ്പം ഞാനൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഓക്കെ, സൈഡ് 1, സൈഡ് 2, സൈഡ് 3 എന്ന് പറഞ്ഞ് ഞാൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഈ സൈഡ്സിനെ സോർട്ട് ചെയ്യണം. എന്തിനാണ് സോർട്ട് ചെയ്യുന്നത്? ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എന്തിനാണ് സോർട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം ആലോചിച്ച് നോക്കാം. 3, 4, 5. ഓക്കെ, 3, 4, 5 എന്ന് 3, 4, 5 എന്നുള്ള 3 സൈഡ്സ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ എനിക്കിത് ചെക്ക് ചെയ്യണമല്ലോ. അതായത് 2 ഷോർട്ടസ്റ്റ് സൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ്ങസ്റ്റ് സൈഡ് കിട്ടുമോ എന്നുള്ള ചെക്ക് ചെയ്യുവാണ് വേണ്ടല്ലേ. 2 ഷോർട്ടസ്റ്റ് സൈഡിൻ്റെ സ്ക്വയർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ്ങസ്റ്റ് സൈഡിൻ്റെ സ്ക്വയർ കിട്ടണം. അതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്.
അപ്പോൾ നമ്മളിതിപ്പോൾ സോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, സോർട്ട് ചെയ്യുവാണ് എന്ന് ഉണ്ടെങ്കിൽ, ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു രീതിക്ക് സോർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മറ്റേ രീതിയിലും ചെയ്യാം. അതായത് ഇപ്പോൾ 5 4 3 എന്നുള്ള രീതി എനിക്ക് സോർട്ട് ചെയ്യണം. എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്യും 5ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ന്റെ സ്ക്വയർ പ്ലസ് 3ന്റെ സ്ക്വയർ ആണോ. അപ്പം ഇതിപ്പോൾ ലിസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ഇതിപ്പോൾ അൺഓർഡേർഡ് ആയിട്ടാണ് ഉണ്ടാവുക, അല്ലേ? ഓർഡറിൽ തന്നെ വരണമെന്നില്ല. സോ എനിക്ക് എന്ത് ചെയ്യണം? അതിനെ സോർട്ട് ചെയ്യണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? സോർട്ട് ചെയ്യുന്നു. എങ്ങനെയാണ് സോർട്ട് ചെയ്യുന്നത്? ലോങ്സ്റ്റ് സൈഡ് ഫസ്റ്റ്, ഷോർട്ടസ്റ്റ് സൈഡ് സെക്കൻഡ്, ലൈക്ക് സെക്കൻഡ് ഷോർട്ടസ്റ്റ് സൈഡ്, ദെൻ ഏറ്റവും ഷോർട്ടസ്റ്റ് സൈഡ്. ഓക്കെ ആണോ? അപ്പം ഞാൻ എന്നിട്ട് എന്ത് ചെയ്യും? 5ന്റെ സ്ക്വയർ ഈസ് ഇക്വൽ ടു 4ന്റെ സ്ക്വയർ പ്ലസ് 3ന്റെ സ്ക്വയർ ആണോ ചെക്ക് ചെയ്യണം. അപ്പം അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ ലിസ്റ്റ് എന്ന് പറയുന്നത് ഇൻഡെക്സ് ബേസ്ഡ് ആണല്ലോ. അപ്പോൾ ഇവിടെ 5 ഇങ്ങനെ ഒരു ലിസ്റ്റ് ആണ് കിട്ടുന്നതെങ്കിൽ ഇതിൽ 5ന്റെ ഇൻഡെക്സ് നമ്പർ എത്രയായിരിക്കും? 0 ആയിരിക്കും, അല്ലേ? അപ്പം ആ ഒരു ഇതിപ്പോൾ ഞാൻ എക്സാമ്പിൾ 5 4 3 എടുത്തു. പക്ഷെ ഞാൻ ഏത് കൊടുക്കുമ്പോഴും ഏത് സൈഡ്സ് കൊടുക്കുമ്പോഴും ഇതുപോലെ കിട്ടണം. അപ്പോൾ ഏത് സൈഡ്സ് 3 സൈഡ്സ് ഞാൻ കോൾ ചെയ്യുമ്പം പാസ് ചെയ്ത് കഴിഞ്ഞാലും അത് ആദ്യം ലിസ്റ്റിലോട്ടായി. പിന്നെ ലിസ്റ്റ് സോർട്ട് ചെയ്ത് ഏറ്റവും ലോങ്സ്റ്റ് സൈഡ് ഫസ്റ്റിലും പിന്നെ കുറച്ച് ചെറുതായിട്ടുള്ള സൈഡ് ദെൻ ഷോർട്ടസ്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ ഞാൻ സോർട്ട് ചെയ്യുന്നു. അങ്ങനെ സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോങ്സ്റ്റ് സൈഡ് എവിടെ ആയിരിക്കും വരുന്നത്? ഇങ്ങനെ സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരുമല്ലോ. ഇങ്ങനെ നമുക്ക് ലിസ്റ്റ് കിട്ടുമല്ലോ. അപ്പം ഇവിടെ 5 ആണ് ലോങ്സ്റ്റ് സൈഡ്, അല്ലേ? അതിൻ്റെ ഇൻഡെക്സ് നമ്പർ എത്ര? 0, അല്ലേ? അപ്പം ഞാൻ ഉണ്ടാക്കിയേക്കുന്ന ലിസ്റ്റിന്റെ പേര് സൈഡ്സ് എന്നാണ്. അപ്പോൾ സൈഡ്സ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 0 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 0th ഇൻഡെക്സിലുള്ള എലമെന്റ് കിട്ടും. അതിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ന്റെ ഇൻഡെക്സ് എന്തായിരിക്കും? 1. സോ സൈഡ്സ് ബ്രാക്കറ്റിനകത്ത് എന്താണ്? 1. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ഇൻഡെക്സിലുള്ള നമ്പർ ആക്സസ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിക്ക് ആക്സസ് ചെയ്തിട്ട് 1ലുള്ള ഇൻഡെക്സിൻ്റെയും 2ലുള്ള ഇൻഡെക്സിൻ്റെയും സ്ക്വയർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ഇൻഡെക്സിലുള്ള ഈ ലിസ്റ്റിലുള്ള നമ്പറുടെ സ്ക്വയർ കിട്ടുമോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണോ? അപ്പം നമ്മൾ ഇതിനെ സോർട്ട് ചെയ്യണം, അല്ലേ? ഇനി ഇതിനെ സോർട്ട് ചെയ്യണം. എങ്ങനെ സോർട്ട് ചെയ്യും? സൈഡ്സ് ഡോട്ട് സോർട്ട്. സൈഡ്സിനെ സോർട്ട് ചെയ്യണം. ഡോട്ട് സോർട്ട് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ഡോട്ട് സോർട്ട്. ഇനി എന്താ ചെയ്യുന്നത്? ഇനി സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ലിസ്റ്റ് ആയിട്ട് കിട്ടും, അല്ലേ? ഇനി സോർട്ട് ചെയ്തതിന് ശേഷം, ഓക്കെ, ഇതുപോലെയല്ല. സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇവിടെ 3 4 5 എന്നുള്ള രീതിയിലാണ് കിട്ടുക. ഞാൻ ഇതിനെ റിവേഴ്സ് ചെയ്യുവാണ്. എനിക്ക് ലോങ്സ്റ്റ് സൈഡ് ആദ്യം വേണം. സോ ഞാൻ എന്ത് ഇവിടെ യൂസ് ചെയ്യുമെന്നറിയോ? റിവേഴ്സ് ഈക്വൽ ടു ട്രൂ യൂസ് ചെയ്യും. ഓക്കെ, റിവേഴ്സ് ഈക്വൽ ടു ട്രൂ. അല്ലാത്ത രീതിയിലും ചെയ്യാം കേട്ടോ. അപ്പം നേരെ തിരിച്ചു വരും. എന്ത് വരും? വെറും സോർട്ടാണ് കൊടുത്തെങ്കിൽ 0th ഇൻഡെക്സിലും പ്ലസ് ഫസ്റ്റ് ഇൻഡെക്സിലുള്ള നമ്പറിന്റെ സ്ക്വയർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഇൻഡെക്സിലുള്ള നമ്പറിന്റെ സ്ക്വയർ കിട്ടുമോ എന്ന് ചെക്ക് ചെയ്യണം. ഞാനിപ്പോൾ കോഡും കൂടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പം ഞാനിവിടെ ലോങ് സൈഡ് എന്ന് പറയുന്നത് എന്താക്കി? റിവേഴ്സ് ട്രൂ എന്തിനാ കൊടുത്തേക്കുന്നത്? ആ സോർട്ട് ചെയ്തേക്കുന്നത് ഡിസെൻഡിങ് ഓർഡറിലാക്കാൻ വേണ്ടിയിട്ട്. വെറും സോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും വരുന്നത്. അപ്പോൾ ലോങ് സൈഡ് ഈസ് ഈക്വൽ ടു എന്താണ്? ലിസ്റ്റിൽ 0th ഇൻഡെക്സിലുള്ള നമ്പർ ഞാൻ ആക്സസ് ചെയ്യാൻ പോവാണ്. ഇതിന്റെ സ്ക്വയർ ആയിരിക്കണം, അല്ലേ? അപ്പം എങ്ങനെ ആക്സസ് ചെയ്യുന്നത്? സൈഡ്സ്, ലിസ്റ്റിന്റെ നെയിം കൊടുക്കുന്നു, ബ്രാക്കറ്റിനകത്ത് 0 കൊടുക്കുന്നു, ഇതിന്റെ സ്ക്വയർ. അപ്പം ഈ സൈഡ് 0 എന്ന് പറയുമ്പോൾ ഈ ലിസ്റ്റ് ആണ്. ഇപ്പൊ 5 4 3 എന്നുള്ള ഈ ഒരു ലിസ്റ്റ് ആണെങ്കിൽ 0th ഇൻഡെക്സിലെ നമ്പർ എന്താണ്? സോറി, 0th ഇൻഡെക്സ് അല്ല കേട്ടോ, 1 ആണ് കൊടുക്കേണ്ടത്. 1. ഓക്കെ, ലോങ് സൈഡ് ഈസ് ഈക്വൽ ടു ലോങ് സൈഡ്. ഇപ്പൊ 5 ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ അല്ലേ വേണ്ടത്? അപ്പൊ 4 എവിടാ കിടക്കുന്നത്? ഫസ്റ്റ് ഇൻഡെക്സിൽ. അപ്പൊ സൈഡ്സ് 4, അതിന്റെ സ്ക്വയർ. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. ഇനി 3ന്റെ സ്ക്വയർ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്താണ്? ഞാനൊരു എക്സാമ്പിൾ എടുത്ത് പറയുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 1 2. ഇനി 2 സെക്കൻഡ് ഇൻഡെക്സിലുള്ളതിന്റെ സ്ക്വയർ. ലോങ്സ്റ്റ് സൈഡ്. ഓക്കെ, ലോങ്സ്റ്റ് സൈഡ് എന്ന് പറയുന്നത് അതായത് ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് സൈഡ് 1ന്റെയും, അതായത് സൈഡ് 1ന്റെ എന്നല്ല, ഫസ്റ്റ് ഇൻഡെക്സിലുള്ളതിന്റെയും സെക്കൻഡ് ഇൻഡെക്സിലുള്ളതിന്റെയും നമ്പറിന്റെ സ്ക്വയറിന്റെ സം ആണോ നോക്കി. ഇനി ആ ലോങ് സൈഡ് എന്ന് പറയുന്നത് 5 ആണോ എന്ന് ചെക്ക് ചെയ്യണം, അല്ലേ? അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 4 സ്ക്വയറും 3 സ്ക്വയറും എടുത്തു. അത് തന്നെയാണോ നമ്മുടെ
0th ഇൻഡെക്സിൽ കിടക്കുന്ന നമ്പർ എന്ന് ചെക്ക് ചെയ്യണം. ബേസിക്കലി നമ്മുടെ റൈറ്റ് ട്രയാങ്കിളിന്റെ റൂൾ എന്ന് പറയുന്നത് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ആ സോർട്ട് ചെയ്ത ലിസ്റ്റിലെ ലോങ്ങസ്റ്റ് സൈഡ് കിട്ടണം. ആ ലോങ്ങസ്റ്റ് സൈഡ് 0th ഇൻഡെക്സിലുള്ള നമ്പർ തന്നെ ആണെങ്കിൽ അതെന്തായിരിക്കും? 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ ആണെങ്കിൽ ആ ലോങ്ങസ്റ്റ് സൈഡ് കിട്ടുന്ന ലോങ്ങസ്റ്റ് സൈഡ് രണ്ടും കൂടെ സമ്മ് ചെയ്തേക്കുന്ന നമ്പർ നമ്മുടെ 0th ഇൻഡെക്സിൽ കിടക്കുന്ന നമ്പർ ആണെങ്കിൽ 4 സ്ക്വയറും 3 സ്ക്വയറും ആഡ് ചെയ്ത് ഒരു നമ്പർ കിട്ടുമല്ലോ. ആ നമ്പർ 0th ഇൻഡെക്സിൽ കിടക്കുന്ന 5 ആണെങ്കിൽ, ദാറ്റ് ഈസ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ 5 ആണെങ്കിലാണല്ലോ അത് എന്ത് റൂട്ട് ഓഫ് ആണല്ലേ. ആ 5ന്റെ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഒരു നമ്പർ കിട്ടും. ആ നമ്പർ നമ്മുടെ ലിസ്റ്റില് 0th ഇൻഡെക്സിൽ കിടക്കുന്ന 5ന്റെ സ്ക്വയർ ആണെങ്കിൽ എന്ത് നമുക്ക് പറയാം? ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പറയാം. അപ്പൊ നമ്മളിവിടെ ഫസ്റ്റ് ഇൻഡെക്സിലും സെക്കൻഡ് ഇൻഡെക്സിലും കിടക്കുന്ന നമ്പറിന്റെ സ്ക്വയർ എടുത്തു. അതാണ് നമ്മുടെ ലോങ്ങസ്റ്റ് സൈഡിന്റെ സ്ക്വയർ. ലോങ്ങസ്റ്റ് സൈഡിന്റെ സ്ക്വയർ എന്നാ കൊടുക്കണ്ട, ലോങ്ങസ്റ്റ് സൈഡ് സ്ക്വയർ. ഇനി ആ ലോങ്ങസ്റ്റ് സൈഡ് സ്ക്വയർ എന്താണ്? നമ്മുടെ 0th ഇൻഡെക്സിൽ കിടക്കുന്ന നമ്പർ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്താണ്? ഇനി ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്യണം അല്ലേ. നമ്മുടെ ലോങ്ങസ്റ്റ് സൈഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ ലിസ്റ്റിലുള്ള 0th ഇൻഡെക്സിൽ കിടക്കുന്ന നമ്പർ ആണെങ്കിൽ നമുക്ക് പറയാം അത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, പ്രിന്റ് ഇറ്റ്സ് എ റൈറ്റ് ട്രയാങ്കിൾ. ഞാനിവിടെ ലോങ് എന്നാ കൊടുത്തേക്കുന്നത്. ഇറ്റ്സ് എ റൈറ്റ് ട്രയാങ്കിൾ. ഓക്കെ, ഇറ്റ്സ് എ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പ്രിന്റ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ്സ് നോട്ട് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ ആണോ? പ്രിന്റ് ഇറ്റ്സ് നോട്ട് റൈറ്റ് ട്രയാങ്കിൾ. ഇവിടെ എന്തിനാണ്? ഓക്കെ ആണോ? ഇത്രയാണുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫംഗ്ഷൻ കോൾ ചെയ്യണം അല്ലെ. ഫംഗ്ഷൻ ഡെഫിനിഷൻ കഴിഞ്ഞു, ഇനി ഫംഗ്ഷൻ കോൾ ചെയ്യണം. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫംഗ്ഷന്റെ നെയിം റൈറ്റ് ഈസ് റൈറ്റ്. ഇനി നമുക്ക് വേണ്ട, ഇതിപ്പോ ഞാൻ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു. ഇനി നമുക്ക് ഏത് നമ്പർ ആണോ വേണ്ടത് ആദ്യം നമുക്ക് ഉള്ളത് ചെക്ക് ചെയ്യാം. നമുക്ക് 5 4 3 തന്നെ ചെക്ക് ചെയ്യാം. 4 5 3 തന്നെ ചെക്ക് ചെയ്യാം. റൈറ്റ് ട്രയാങ്കിൾ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ചെക്ക് ചെയ്ത് ഓക്കെ നമുക്ക് കിട്ടിയല്ലേ ഇറ്റ്സ് എ റൈറ്റ് ട്രയാങ്കിൾ. അപ്പം എങ്ങനെയാ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആവുന്നത്? ഇത് എങ്ങനെയാ ചെക്ക് ചെയ്ത ഫംഗ്ഷൻ? നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു. ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഈ 4 5 3 എങ്ങോട്ട് പോകുന്നു? ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഈ 4 5 3 ഓക്കെ നമ്മൾ പാസ് ചെയ്ത് ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എവിടോട്ട് പോകും? ഫംഗ്ഷൻ കോൾ ചെയ്ത ഉടനെ ഫംഗ്ഷന്റെ കൺട്രോൾ എങ്ങോട്ട് പോകും? ഫംഗ്ഷൻ ഡെഫിനിഷനിലോട്ട് പോകുന്നു. സോ ഈ 4 5 3 എന്നുള്ളത് എവിടോട്ട് പോകുന്നു? ഈ സൈഡ് 1 സൈഡ് 2 സൈഡ് 3 പോകുന്നു. ഇനി അത് സോർട്ട് ചെയ്യണം. അത് ലിസ്റ്റിലോട്ടായി. സൈഡ്സ് ഈസ് ഈക്വൽ ടു സൈഡ് 1 സൈഡ് 2 സൈഡ് 3 എന്ന് പറഞ്ഞിട്ട് അതെന്താവുന്നു? ഒരു ലിസ്റ്റ് ആവുന്നു. ഓക്കെ, 4 5 3 എന്നുള്ളൊരു ലിസ്റ്റ് ആവുന്നു. ഇനി ഞാൻ അതിനെ സോർട്ട് ചെയ്യുന്നു. എങ്ങനെയാ സോർട്ട് ചെയ്യുന്ന? ഡിസെൻഡിങ് ഓർഡർ. അപ്പോൾ സൈഡ്സ് ഡോട്ട് സോർട്ട് റിവേഴ്സ് ഈക്വൽ ടു ട്രൂ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കഴിയുമ്പോൾ അതെന്താവുന്നു? 5 4 3 എന്നുള്ള ഒരു ലിസ്റ്റായി മാറുന്നു. ഓക്കെ, അവിടെ വെച്ച് അത് 5 4 3 എന്നുള്ള ഡിസെൻഡിങ് ഓർഡറിലുള്ള ലിസ്റ്റായി മാറുന്നു. പിന്നെ ലോങ്ങസ്റ്റ് സൈഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നത്, അതായത് സൈഡ് ഇൻഡെക്സ് നമ്പർ 1ലും ഇൻഡെക്സ് നമ്പർ 2ലും ഉള്ള സൈഡ്സിന്റെ സ്ക്വയർ. അതായത് ഇൻഡെക്സ് നമ്പർ ഇപ്പൊ ഈ ഒരു സോർട്ട് ചെയ്തതോട് കൂടെ നമ്മുടെ ഇതെന്താവുന്നു? 5 4 3 എന്നുള്ള റിവേഴ്സ് ആയതുകൊണ്ട് ഡിസെൻഡിങ് ഓർഡർ ആണ് ഇങ്ങനെ ആവുന്നു. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് ലോങ് സൈഡ് സ്ക്വയർ എന്നുള്ള ഒരു വേരിയബിളിനകത്ത് എന്താ സ്റ്റോർ ചെയ്യുന്നത്?
സൈഡ് 1ന്റെയും സൈഡ് 2ന്റെ സ്ക്വയർ, അതായത് ഇൻഡെക്സ് നമ്പർ 1ലുള്ള സൈഡിന്റെയും ഇൻഡെക്സ് നമ്പർ 2ലുള്ള സൈഡിന്റെ സ്ക്വയർ. ഇൻഡെക്സ് നമ്പർ 1നകത്തുള്ളത് ഏതാ? 4. 4ന്റെ സ്ക്വയർ. 2നകത്തുള്ളത് ഏതാ? 3. അപ്പോൾ 4ന്റെ സ്ക്വയർ 3 സ്ക്വയർ അല്ലേ? അത് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എവിടെ സ്റ്റോർ ആയി? ലോങ് സൈഡ് സ്ക്വയർ എന്നുള്ള വേരിയബിളിനകത്ത് സ്റ്റോർ ആയി. ഇനി ആ നമ്പർ ആ ലോങ് സൈഡ് സ്ക്വയറിൽ എന്നുള്ള വേരിയബിളിൽ സ്റ്റോർ ആയല്ലോ, അത് എത്ര ആയിരിക്കും? 25 ആയിരിക്കും അല്ലേ? 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ 25 ആയിരിക്കും ലോങ് സൈഡ് സ്ക്വയറിനകത്ത് സ്റ്റോർ ആയിട്ടുണ്ടാവുക. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നു ആ ലോങ് സൈഡ് സ്ക്വയർ, അതായത് 25 ഈക്വൽ ടു എക്സാക്ട്ലി ഈക്വൽ ടു 0th ഇൻഡെക്സിലുള്ള നമ്പറിന്റെ സ്ക്വയർ ആണോ? 0th ഇൻഡെക്സിലുള്ള നമ്പർ ഏതാ? 5. അപ്പോൾ 5 സ്ക്വയർ എത്ര? 25. അപ്പോൾ ആ ലോങ് സൈഡ് സ്ക്വയർ എത്ര ആയിരുന്നു? 25. 25 എക്സാക്ട്ലി ഈക്വൽ ടു 25 ആയി മാറുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രിന്റ് ഇറ്റ്സ് എ റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ അങ്ങനെ ആണല്ലേ, സോ ഇറ്റ്സ് എ റൈറ്റ് ട്രയാങ്കിൾ. അങ്ങനെ നമുക്ക് അത് കിട്ടി. ഇനി ഞാൻ വേറെ നമ്പേഴ്സ് പാസ് ചെയ്യുവാണ്. ഞാനൊരു 10, 12, 13. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ വാല്യൂസ്, ആക്ച്വൽ ആർഗ്യുമെന്റ്സ് അഥവാ നമുക്ക് ചെക്ക് ചെയ്യേണ്ട വാല്യൂസ് മാത്രമാണ് നമ്മൾ മാറ്റി മാറ്റി കൊടുക്കുന്നത് അല്ലേ? അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തതോടുകൂടെ എന്താണ്, ആ ഫംഗ്ഷനിലോട്ടാണ് ഓരോ വാല്യൂസും നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് വീണ്ടും വീണ്ടും ഇത്രയും സ്റ്റെപ്സ് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ ഓൾറെഡി നമ്മുടെ ആ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. റൈറ്റ് ട്രയാങ്കിൾ ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി ഏത് ട്രയാങ്കിളിന്റെ സൈഡ്സ് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ആ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അത് പാസ് ചെയ്യുക മാത്രമേ വേണ്ടൂ. ഡെഫിനിഷൻ വീണ്ടും എഴുതേണ്ടതോ ലോജിക്ക് വീണ്ടും എഴുതേണ്ടതായിട്ടുള്ള കാര്യമില്ല. അത് നമ്മൾ വൺസ് എഴുതി, ഇനി നമുക്ക് എത്ര തവണ വേണമെങ്കിലും റീയൂസ് ചെയ്യാം. അതാണല്ലോ ഫംഗ്ഷന്റെ യൂസ് എന്ന് പറയുന്നത്. നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇറ്റ്സ് നോട്ട് എ റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? ഞാൻ ഓരോ സ്റ്റെപ്സ് ആയിട്ട് എഴുതാം. 10, 12, 13 എന്ന് പറഞ്ഞ് ഫംഗ്ഷൻ കോൾ ആവുന്നു. കോൾ ചെയ്ത ഉടനെ ഫംഗ്ഷന്റെ കൺട്രോൾ ഡെഫിനിഷനിലോട്ട് പോകുന്നു. സോ സൈഡ് 1. ഓക്കെ, ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്തായിരിക്കും? ഞാൻ ഓരോ സ്റ്റെപ്പ് ചുമ്മാ ഇവിടെ എഴുതുവാണ് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ ഫംഗ്ഷൻ കോൾ ചെയ്ത ഉടനെ എന്താ സംഭവിക്കുന്നത്? സൈഡ് 1 is equal to 10, then side 2 equal to 12, then side 3 equal to 13 എന്നുള്ള രീതിയിൽ ഇവിടെ എന്താണ് ഡെഫിനിഷനിലോട്ട് പോകുന്നു. അതിനുശേഷം എന്താ? സൈഡ്സ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റിലോട്ട് ഇത് സ്റ്റോർ ആവുന്നു. ഓക്കെ, സൈഡ്സ് എന്ന് പറയുന്ന ലിസ്റ്റിലോട്ട് ഇത് സ്റ്റോർ ആവുകയാണ് അടുത്ത സ്റ്റെപ്പിൽ. ഓക്കെ, ലിസ്റ്റിലോട്ട് സ്റ്റോർ ആവുന്നു. ഇങ്ങനെ സ്റ്റോർ ആവുന്നു. നമ്മൾ പാസ് ചെയ്ത അതേ ഓർഡറിലാണ് സ്റ്റോർ ആവുക. 12, 13. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഇത് എന്താ ചെയ്യുന്നത്? സോർട്ട് ചെയ്യുന്നത് അല്ലെ? 7th ലൈൻ നോക്കൂ. സൈഡ്സ് ഡോട്ട് സോർട്ട് റിവേഴ്സ് ഈക്വൽ ടു ട്രൂ. സോ റിവേഴ്സ് ഈക്വൽ ടു ട്രൂ കൊടുത്തോണ്ട് തന്നെ ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും സോർട്ട് ആവുക. അപ്പോൾ സൈഡ്സ് ഈക്വൽ ടു എന്തായി? ഇപ്പോൾ റിവേഴ്സ് ഓർഡറിൽ അത് സോർട്ടായി. 13, 12, 10 എന്ന് സോർട്ടായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ലോങ് സൈഡ് സ്ക്വയർ. ഓക്കെ, ലോങ് സൈഡ് സ്ക്വയർ എന്ന് പറയുന്ന വേരിയബിളിൽ നമ്മൾ ലോങ് സൈഡ് സ്ക്വയർ എന്ന് പറയുന്ന വേരിയബിളിൽ ഈ ലിസ്റ്റിനകത്തെ എത്രയാണ്? ഈ ലിസ്റ്റിനകത്തെ ഫസ്റ്റ് ഇൻഡെക്സിലും സെക്കൻഡ് ഇൻഡെക്സിലും ഉള്ള നമ്പറിന്റെ സ്ക്വയർ കാണുന്നു. ഓക്കെ, 12 * 12 പ്ലസ് 13 അല്ല 10 * 10 അല്ലേ? അതായത് ഈക്വൽ ടു 244. ഓക്കെ ആണോ? 244 കാണുന്നു. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? ലോങ് സൈഡ് സ്ക്വയർ എന്ന വേരിയബിളിൽ നമ്മുടെ ലിസ്റ്റിനകത്ത് ഇൻഡെക്സ് നമ്പർ 1ലുള്ള നമ്പറിന്റെ സ്ക്വയർ പ്ലസ് ഓക്കെ ഈ സൈഡ്സ് ഓഫ് ഇൻഡെക്സ് 1 എന്ന് പറയുന്നത് എന്താണ്? ഇൻഡെക്സ് നമ്പർ 1 സൈഡ്സ് എന്ന ലിസ്റ്റിലുള്ള ഇൻഡെക്സ് നമ്പർ 1ലുള്ള നമ്പറിന്റെ സ്ക്വയർ എന്നാണ് കേട്ടോ. ഓക്കെ, ഇവിടെ ആ നമ്പർ ആക്സസ് ചെയ്യാണ് ചെയ്യുന്നത്. സൈഡ്സ് എന്ന് പറയുന്ന ലിസ്റ്റിലെ ഇൻഡെക്സ് നമ്പർ 1ലുള്ള നമ്പർ അതിന്റെ സ്ക്വയർ. അങ്ങനെ നമുക്ക് 244 കിട്ടുന്നു. ആ 244 ആയിരിക്കും ലോങ് സൈഡ് സ്ക്വയറിൽ സ്റ്റോർ ആവുന്നത്. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, എന്താണ് നമ്മുടെ 13ന്റെ സ്ക്വയർ എത്ര ആണ്? 13ന്റെ സ്ക്വയർ എത്ര? 13 സ്ക്വയർ എന്ന് പറയുന്നത് 13 * 13 is 169. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്? നമുക്ക് കിട്ടിയേക്കുന്ന ലോങ് സൈഡ് സ്ക്വയർ
എന്താണ് നമ്മുടെ ലിസ്റ്റിനകത്ത് ഇൻഡെക്സ് നമ്പർ 1 ഇൻഡെക്സ് നമ്പർ 0 നമ്പറിന്റെ സ്ക്വയർ ആണോ, സോർട്ട് ചെയ്ത ലിസ്റ്റിനകത്ത് ഇൻഡെക്സ് നമ്പർ 0 നമ്പറിന്റെ സ്ക്വയർ ആണോ, അതായത് 13ന്റെ സ്ക്വയർ ആണോ നമുക്ക് കിട്ടിയേക്കുന്ന ഇത് രണ്ടിന്റെ സ്ക്വയർ ആഡ് ചെയ്തപ്പോൾ ഉള്ള സമ്മ്. രണ്ടിന്റെ സ്ക്വയർ ആഡ് ചെയ്തപ്പോൾ ഉള്ള സമ്മ് എത്ര കിട്ടിയത്? 244 ആണല്ലേ. അതിന് ഈക്വൽ ആണോ നമ്മുടെ 13ന്റെ സ്ക്വയർ? അല്ല. ഓക്കെ, 169 not equal to 244. സോ എന്താണ്? ഇറ്റ്സ് നോട്ട് എ റൈറ്റ് ട്രയാങ്കിൾ. എൽ സ്റ്റേറ്റ്മെന്റ് ആണല്ലേ പ്രിന്റ് ആവുക. ഇത് ഈക്വൽ അല്ലാത്തതുകൊണ്ട് തന്നെ എൽ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിന്റ് ആവുക. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ഇറ്റ് ഈസ് നോട്ട് എ റൈറ്റ് ട്രയാങ്കിൾ എന്നുള്ളത് കിട്ടി. അപ്പം ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പം ഒന്നും കൂടെ എന്ത് ചെയ്യുക, അപ്പം ഒന്ന് സോർട്ട് ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്കുക. സോർട്ട് ചെയ്യുമ്പം എന്താണ്, ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും കൂടെ കൊടുക്കാം കേട്ടോ. സോർട്ടഡ് എന്നുള്ളത് ഇവിടെയും വേണമെങ്കിൽ കൊടുക്കാം. സോർട്ടഡ് ഈ ലിസ്റ്റിന് മുന്നേയും സോർട്ടഡ് എന്ന് പറഞ്ഞ് കൊടുക്കാം, സോർട്ട് ചെയ്യണമെങ്കിൽ. ഓക്കെ ആണോ? ഇനി ഇത് നേരെ തിരിച്ചാണ് സോർട്ട് ചെയ്യുന്നതെങ്കിൽ, ഇപ്പം ഞാൻ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്തതുകൊണ്ട് ഇങ്ങനെ, അസെൻഡിങ് ഓർഡറിൽ ഇവിടെ ഞാൻ സോർട്ടഡ് കൊടുക്കുവാണെങ്കിൽ ഈ ലിസ്റ്റ് സോർട്ടായി, ഈ ലൈനിൽ തന്നെ നമുക്ക് ഈ സോർട്ടായി കിട്ടും. സോർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈനിൽ തന്നെ സോർട്ടായി കിട്ടും. ദെൻ ഇവിടെ റിവേഴ്സ് ഈക്വൽ ടു ട്രൂ കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ആ ഒരു രീതിക്കാണ് സോർട്ട് ആവുന്നെങ്കിൽ. അസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ആവുന്നെങ്കിൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്? ഇൻഡെക്സ് നമ്പർ 0 നമ്പറിന്റെ സ്ക്വയറും ഇൻഡെക്സ് നമ്പർ 1 നമ്പറിന്റെ സ്ക്വയറും കൂട്ടിക്കഴിഞ്ഞാൽ ഇൻഡെക്സ് നമ്പർ 2 സ്ക്വയർ കിട്ടും എന്ന് ചെയ്യാം. ഓക്കെ, ലോങ്സ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇൻഡെക്സ് നമ്പർ 2 സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ആ ഒരു ഇൻഡെക്സ് നമ്പർ മാറുന്നു മാത്രമേ ഉള്ളൂ. അപ്പം ഈ പ്രോബ്ലം എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് റീവാച്ച് ചെയ്ത് നോക്കുക. രണ്ട് കേസും, റൈറ്റ് ട്രയാങ്കിൾ ആവുന്ന കേസും അല്ലാത്ത കേസും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടെ റീവാച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണോ? So thanks for watching my video.